فاعلم أنها في وصال. قم بنا وانظر لآيات الجمال. قم بنا وانظر لآيات الجمال. كن كما غيث على الأفياء ماطر صوته يروي قلوب. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറെ ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മളൊക്കെ. രോഗം കൊണ്ടും മറ്റു കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ രോഗം കൊണ്ടുമൊക്കെ ഈ വെള്ളിയാഴ്ച സുദിനത്തിൽ, അതും റമദാനിന് മുന്നോടിയായുള്ള ശഅബാനിന്റെ പുണ്യമാക്കപ്പെട്ട ദിനങ്ങളിൽ ജുമഅയിൽ പങ്കെടുക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്നത് വലിയൊരു സൗഭാഗ്യവും സന്തോഷവുമായി തന്നെ നമ്മൾ കാണണം. അല്ലാഹു നമ്മിൽ നിന്നെല്ലാം കബൂൽ ചെയ്യുകയും ഒരു ഇരുത്തത്തിലപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ മാറ്റത്തിനും വിശുദ്ധി കൈക്കൊള്ളാനും ഖുത്ബകൾ പ്രയോജനപ്പെടുത്തുമാറ് അല്ലാഹു നമ്മുടെ മനസ്സിൽ മാറ്റങ്ങളും ജീവിതത്തിൽ ചലനവും ഉണ്ടാക്കാൻ ഇതൊരു നിമിത്തമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹോദരന്മാരെ, ഉറ്റവരുടെ മരണം നമ്മെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ട്. ഉറ്റവരുടെ മരണത്തിൽ ഖേദം പ്രകടിപ്പിക്കുമ്പോഴും പ്രതിഫലം കാക്ഷിക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഖൈറിനെ പകരം ചോദിക്കുവാനും അദ്ദേഹത്തിനു വേണ്ട ഇസ്ലാമികമായ മുറകൾ പാലിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ചില ഖുത്ബകളിൽ നമ്മൾ ചില വിഷയങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ഓരോ മരണവും നമ്മോട് വിളിച്ചോതുന്നത് നമുക്കും ഇതുപോലത്തെ ഒരു നിമിഷത്തിൽ നാം വല്ലതും ചെയ്തു വെക്കണം എന്ന ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ സമയത്തും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുകൂടെ ചേർത്തുവെക്കേണ്ടതിന്റെ അനിവാര്യതയും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മരണത്തെക്കുറിച്ചും മരണാനന്തര കർമ്മത്തെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മിൽ നിന്നുണ്ടാകുന്ന ചില ചോദ്യങ്ങളാണ്
മരണപ്പെട്ടവർക്കു വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആളുകൾ പുണ്യം ലഭിക്കുമെന്ന നിലക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ മരണത്തിന്റെ ദിവസം കണക്ക് നോക്കി അതിന്റെ 3-ാമത്തെ ദിവസം, 7-ാമത്തെ ദിവസം, 14-ാമത്തെ ദിവസം, 40-ാമത്തെ ദിവസം, കൊല്ലം തികയുമ്പോൾ, അങ്ങനെ തുടങ്ങി ഓരോ വർഷം ആ ദിനങ്ങൾ കടന്നു വരുമ്പോൾ അങ്ങനെ പ്രത്യേക ആചാരങ്ങളും പൂജകളും ദിക്റുകളും ദുആകളും ഭക്ഷണ വിതരണങ്ങളുമൊക്കെയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമയം നിശ്ചയിക്കാത്ത ചില സമയങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടില്ലാത്ത ചില ആചാരങ്ങൾ ചെയ്താൽ ഖബറിൽ കിടക്കുന്നയാൾക്ക് ആശ്വാസവും പ്രതിഫലവും ഗുണവും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അതുപോലെ തന്നെ മരണവീട്ടിൽ മരിച്ചാൽ പിന്നീട് അവിടെ ഖുർആൻ പാരായണങ്ങൾ കൊണ്ട്, പ്രത്യേക തൽബിയത്തുകൾ കൊണ്ട്, ആ വീടിനെ ദിക്ർ കൊണ്ട്, ഖുർആൻ പാരായണം കൊണ്ട് നിറഞ്ഞതാക്കാൻ വേണ്ടിയും ചില ആളുകൾ പരിശ്രമിക്കുന്നത് കാണാൻ സാധിക്കും. വിശുദ്ധ ഇസ്ലാം ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത, പഠിപ്പിച്ചിട്ടില്ലാത്ത മഖ്ബറകളിൽ കത്തപ്പുരകൾ കെട്ടി വിശുദ്ധ ഖുർആനിന്റെ പാരായണവും പ്രത്യേകമായിട്ടുള്ള പൂജകളും നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇസ്ലാം അതിന്റെ കൃത്യമായ വഴി നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി കടന്നു വന്നവരാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ്, ആ പ്രവാചകൻ കാണിച്ചു തന്ന മാർഗത്തെ പിൻപറ്റിക്കൊണ്ടാണ് നമ്മളെല്ലാവരും ഇസ്ലാമിനെ ആചരിക്കേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ എങ്ങനെ അള്ളാഹുവിനെ ആരാധിച്ചുവോ അതുപോലെ ആരാധിക്കാമെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഷഹാദത്തൈനിയുടെ 2-ാമത്തെ ഭാഗത്തിൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ പ്രവാചകൻ കൊണ്ടുവന്നതിൽ ഞാൻ വിശ്വസിക്കാമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ അനുസരിക്കാമെന്നും പ്രവാചകൻ വിലക്കിയതിൽ നിന്ന് ഞാൻ മാറി നിൽക്കാമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ അള്ളാഹുവിനെ ആരാധിച്ചത് അങ്ങനെ ആരാധിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചുകൊള്ളാം എന്നുമാണ് 2-ാമത്തെ ഷഹാദത്തിന്റെ ഭാഗം. അതുകൊണ്ട് ഓരോരുത്തർക്കും തോന്നുന്ന പുണ്യപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്രമാണത്തിന്റെ പിൻബലമില്ലാത്ത ചില ആചാരങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കടന്നുവരാൻ പാടില്ല. നേരെ മറിച്ച് പ്രമാണങ്ങളിൽ കടന്നുവന്ന, പ്രമാണം നമ്മളോട് അനുശാസിക്കുന്ന, പ്രമാണത്തിന്റെ പിൻബലമുള്ള, നമുക്ക് ഫലം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചില കർമ്മങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ ബോധ്യപ്പെടുത്തുകയാണ് ഇന്നത്തെ ഖുത്ബയിൽ. ഒന്നാമത്തേത് മരിച്ചവർക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. വഖുർ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും വിശുദ്ധ ഖുർആൻ മാതാപിതാക്കളെ പരാമർശിച്ചെടുത്ത് പരാമർശിക്കുകയും ചെയ്ത കാര്യമാണ് ഈ ഒരു പ്രാർത്ഥന. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു വഖുർ റബ്ബി റഹ്മഹുമാ എന്ന ഈ പ്രാർത്ഥന കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിത ലോകം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് റഹ്മത്തിനു വേണ്ടി ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചിരിക്കുന്നവരുമായ മാതാപിതാക്കൾക്കു വേണ്ടിയുള്ള റഹ്മത്തിനെ ചോദിക്കലാണ് റബ്ബി റഹ്മഹുമാ എന്ന ആ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശം എന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിക്കുന്നവരാകട്ടെ അവർക്ക് റഹ്മത്തിനു വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്കുള്ള, അവിടെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവനുള്ളപ്പോഴും മരിച്ചാലും ഏത് സമയത്തും നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന പ്രാർത്ഥന. പ്രാർത്ഥനയുടെ ഒരു ഘട്ടം അതാണ്. മറ്റൊന്ന് മയ്യത്ത് കാണുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമ മരിച്ചു കിടക്കുമ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കറിയാം. അല്ലാഹുമ്മ ഗഫിർ ലി അബീ സലമ വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫുഹു ഫീ അഖ്ബിഹി മിനൽ ഗാബിരീൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പേര് പറഞ്ഞുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ഗഫിർ ലി ഫുലാൻ. ഇവിടെ അബ്ദുറഹ്മാൻ, അബ്ദുൽ ലത്തീഫ് പേരുകൾ ചേർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫുഹു ഫീ അഖ്ബിഹി മിനൽ ഗാബിരീൻ واغفر لنا وله يا رب العالمين وافسح له في قبره ونور له فيه എന്ന പ്രാർത്ഥന നമുക്ക് മയ്യത്ത് കാണുമ്പോൾ ചൊല്ലാം. ആ പ്രാർത്ഥനയുടെ ഫലം അവർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹുവേ, ഇദ്ദേഹത്തിന് ഉന്നത പദവി കൊടുക്കണമെന്നും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തെ നീ നികത്തണമെന്നും
അദ്ദേഹത്തിന്റെ പാപം പുറത്തുകൊടുത്ത് അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലമാക്കി അവിടെ പ്രകാശം നിറക്കണേ എന്ന അർത്ഥവത്തായ പ്രാർത്ഥനയാണിത്. മയ്യത്ത് സന്ദർശിക്കാൻ പോകുന്നത് ഈ ദുആ ചൊല്ലാൻ വേണ്ടിയായിരിക്കണം. പോയില്ലെങ്കിൽ കുഴപ്പല്ലേ, കുറെ കാലം കൂടെ വർക്ക് ചെയ്ത ആളല്ലേ, നമ്മുടെ അയൽവാസിയല്ലേ, പോയില്ലെങ്കിൽ മോശല്ലേ എന്ന നിലക്ക് ആരും കാണാനില്ല. നമ്മൾ പോയാലും പോയില്ലെങ്കിലും അയാൾ അറിയുന്നില്ല നമ്മൾ വന്നോ ഇല്ലേ എന്ന കാര്യം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മറ്റൊന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം എന്താണ്? ഇദാ ഹദർതുമുൽ മരീദ അവിൽ മയ്യിത്ത്, മയ്യത്തിന്റെയോ രോഗിയുടെ അടുക്കൽ നിങ്ങൾ എത്തുകയാണെങ്കിൽ ഫഖൂലു ഖൈറാ, നിങ്ങൾ നല്ലത് പറയണം. ആ മയ്യത്തിനെ കുറിച്ച് നല്ലത് പറയണം, മോശം പറയരുത്. രോഗിയാണെങ്കിൽ അയാളുടെ സവിധത്തിൽ വെച്ച് അയാളെക്കുറിച്ച് നല്ലത് പറയണം. ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നതിന് വേണ്ടി മലായികത്തുകൾ ആമീൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ മയ്യത്താകട്ടെ രോഗിയാകട്ടെ അവരുടെ സമീപത്ത് വെച്ച് അവരെക്കുറിച്ച് നല്ലത് പറയണം. കാരണം ആ നല്ല വാക്കുകൾക്ക്, നല്ല പ്രവർത്തനങ്ങൾക്ക്, ആ നല്ല സംസാരത്തിന്, അദ്ദേഹത്തെക്കുറിച്ചുള്ള നല്ല അഭിപ്രായത്തിന് മലായികത്തിന്റെ പ്രാർത്ഥന കൂടെ ലഭിക്കുന്നുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രാർത്ഥിക്കേണ്ട മറ്റൊരു ഘട്ടം മയ്യത്ത് നമസ്കാരത്തിലാണ്. മയ്യത്ത് നമസ്കാരത്തിൽ ആത്മാർത്ഥമായി നമ്മൾ മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞിരിക്കുന്നു, മാ മിൻ മയ്യത്തിൻ യുസല്ലി അലൈഹി ഉമ്മത്തും മിനൽ മുസ്ലിമീന യബ്ലുഗൂൻ മിഅതൻ കുല്ലുഹും യശ്ഫഊന ലഹു ഇല്ലാ ശുഫിഉ ഫീ. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, 100ഓളം പേരടങ്ങുന്ന ഒരു സംഘം മുസ്ലിങ്ങൾ ഒരു മയ്യത്തിനു വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ട് നമസ്കരിച്ചാൽ അവരുടെ ശുപാർശ സ്വീകരിക്കപ്പെടാതിരിക്കുകയില്ല. അപ്പോൾ മയ്യത്ത് നമസ്കരിക്കാൻ വിശ്വാസമുള്ള, ശിർക്ക് സംഭവിച്ചിട്ടില്ലാത്ത എന്ന് മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. മാ മിൻ റജുലിൻ മുസ്ലിം യമൂത്ത് ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലൻ ലാ യുശ്രികൂന ബില്ലാഹി ശൈആ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീ. 40 ശിർക്ക് ചെയ്യാത്ത ആളുകൾ ഒരു മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, മയ്യത്ത് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവരുടെ കാര്യത്തിൽ അവരുടെ ശുപാർശ അല്ലാഹു സ്വീകരിക്കാതിരിക്കുകയില്ല. അപ്പോൾ മയ്യത്ത് നമസ്കാരത്തിന് വിശ്വാസി വൃന്ദം ഒരുമിച്ച് ചേരണം. നമുക്ക് തിരക്കുണ്ടാകാം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകാം. പക്ഷേ നമ്മുടെ കൂടെ ജീവിച്ച നമ്മുടെ പിതാവോ നമ്മുടെ കുടുംബക്കാരനോ നമ്മുടെ അയൽവാസിയോ നമ്മുടെ നാട്ടുകാരനോ ആയ ഒരാൾക്ക് അവസാനം നമുക്ക് കൊടുക്കാനുള്ളതാണ് അയാൾക്ക് വേണ്ടിയുള്ള നമസ്കാരം. ആ നമസ്കാരത്തിന് എത്ര പേർ വരുന്നുണ്ടോ അവരെല്ലാം നാളെ അയാൾക്ക് ശുപാർശകരാണ്. അവരുടെ ശുപാർശ അല്ലാഹു സ്വീകരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നർ റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്ന ഫയഖൂലു അന്നാ ഹാദാ ഫയഖാലു ബിഇസ്തിഗ്ഫാരി വലദിക ലക. നാളെ പരലോകത്ത് വിശ്വാസി ഒരു മനുഷ്യന് അയാളുടെ പദവി സ്വർഗത്തിൽ ഉയർത്തപ്പെടും. അപ്പോൾ അവൻ ചോദിക്കും, എന്താണ് എനിക്കിത് ലഭിക്കാൻ കാരണം? ഫയഖാൽ, അപ്പോൾ പറയപ്പെടും, ബിഇസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മകന്റെ ഇസ്തിഗ്ഫാർ കാരണത്താലാണ് നിനക്ക് ഈ പദവി ഉയരുന്നത് എന്നതാണ്. അപ്പോൾ മരിച്ച നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി, നമ്മുടെ രക്തബന്ധുക്കൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നാം നടത്തുന്ന പ്രാർത്ഥന അവർക്ക് അനുഭവപ്പെടുമെന്ന് തന്നെയാണ് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിസ്കാരം കഴിഞ്ഞാൽ ആളുകൾ തിരിഞ്ഞു പോകാറാണ് പതിവ്. പക്ഷേ നമസ്കാരത്തിന് ശേഷം അയാളെ ഖബറിലേക്ക് ഇറക്കി വെച്ച് അദ്ദേഹത്തിന് വേണ്ടി തസ്ബീത്ത് ചൊല്ലാൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖാൽ كان النبي صلى الله عليه وسلم اذا فرغ من دفن الميت, പ്രവാചകൻ മയ്യത്തിനെ ഖബറടക്കി കഴിഞ്ഞാൽ വഖഫ അലൈഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിൽക്കും. ഫയഖൂൽ, എന്നിട്ട് പറയും, ഫഖാൽ, എന്നിട്ട് പറയും, ഇസ്തഗ്ഫിറൂ ലി അഖീകും വസലൂ ലഹു തസ്ബീത് ഫഇന്നഹു അൽആൻ യുസ്അൽ, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടണം. അല്ലാഹു ഇവന്റെ പാപം പുറത്തു കൊടുക്കണേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മയ്യത്തിനെ ഖബറടക്കി കഴിഞ്ഞാൽ നിങ്ങൾ അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടണം. വസലൂ ലഹു തസ്ബീത്, അയാൾക്ക് സ്ഥൈര്യം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ തസ്ബീത്ത് ചൊല്ലുകയും ചെയ്യണം. ഫഇന്നഹുൽ ആൻ യുസ്അൽ, അയാളിപ്പോൾ ചോദ്യത്തിന് വിധേയമാക്കപ്പെടുകയാണ്. മലായികത്തുകൾ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ മലക്കുകളുടെ ചോദ്യത്തിന് മുമ്പ്
അയാൾക്ക് തസ്ബീത്ത് കൊടുക്കാൻ, അയാൾക്ക് സ്ഥിരത കൊടുക്കാൻ, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊടുക്കാൻ, അയാളുടെ പാപം പുറത്തു കൊടുക്കാൻ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിമുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈഹി, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ അമിൻഹു മിൻ കുല്ലിൽ ഫസഅ എന്ന തസ്ബീത്തിന്റെ വചനങ്ങൾ ചൊല്ലുക എന്നത് മയ്യത്തിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട സുന്നത്തായി പഠിപ്പിച്ച കാര്യമാണ്. പഠിപ്പിച്ച കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അതിനുശേഷം പിന്നീട് ഒരു മുട്ടുകുത്തിയിരുന്നൊരു പ്രത്യേക മന്ത്രിക്കലുകളോ പ്രത്യേകമായിട്ടുള്ള തെൽഖീനുകളോ പേപ്പറിൽ എഴുതി വെക്കുന്ന രൂപമോ എല്ലാം അള്ളാഹുവിനെ പൊട്ടീസാക്കുന്ന പ്രവർത്തനമാണ്. ഖബറിനെക്കുറിച്ചും ബർസഖിനെക്കുറിച്ചും വിവരമില്ലാത്തതുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് മയ്യത്തുകൾ ഖബറടക്കിയ ചരിത്രം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ബഖീഉൽ ഗർഖദിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരുപാട് തവണ സന്ദർശനം നടത്തിയ ചരിത്രം ഹദീസുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുകരങ്ങൾ കൊണ്ട് മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ച രംഗങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അവിടങ്ങളിലൊന്നും പേപ്പറിൽ എഴുതി ഒട്ടിച്ചു കൊടുത്തതോ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി മലക്കുകൾ വരും കേട്ടോ, ചോദ്യം ചോദിക്കും കേട്ടോ, അപ്പോൾ നീ ഇന്നത് പറയണം കേട്ടോ എന്നൊന്നും എവിടെയും പറഞ്ഞതായി കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മയ്യത്തിനു വേണ്ടിയുള്ള ഈ സന്ദർഭങ്ങളിലൊക്കെയുള്ള പ്രാർത്ഥന, മരിച്ചു എന്ന് കേട്ടാൽ മരണത്തിനെ സന്ദർശിക്കുമ്പോ നമസ്കാരത്തിൽ ഖബറിടങ്ങളിൽ അതിനുശേഷവും അയാൾക്ക് വേണ്ടി ചെയ്യുന്ന ഇസ്തിഗ്ഫാർ. അപ്പൊ മക്കളൊക്കെ ചോദിക്കും എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഏറ്റവും അധികം ചെയ്യേണ്ട കാര്യം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടലാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, മരിച്ചുപോയ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി. കാരണം അവർക്കൊരിക്കലും എന്റെ പാപം പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കാനോ അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കുന്ന സാഹചര്യമോ ഒന്നുമില്ല. അൽയൗമ അമൽ ലാ ഹിസാബ്, ഇത് അമലിന്റെ ലോകമാണ്, ഇവിടെ ഹിസാബില്ല. നാളെ ഹിസാബിന്റെ ലോകമാണ്, പിന്നീട് അമലില്ല. അതുകൊണ്ട് നമ്മൾ പരമാവധി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. വിശ്വാസികൾ, സഹാബികൾക്ക് ശേഷമുള്ള സത്യവിശ്വാസികളുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കൊടുക്കുന്നുണ്ട്. റബ്ബനഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വല തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. അല്ലാഹു ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാനിൽ ഞങ്ങളെ മുൻകടന്നുപോയ ഞങ്ങളുടെ മുൻഗാമികൾക്കും നീ പുറത്തു കൊടുക്കണേ. വല തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, വിശ്വാസികളോട് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഈർഷ്യതയും പകയും വെച്ച് പുലർത്തുന്ന അവസ്ഥ ഉണ്ടാക്കല്ലേ എന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് പ്രാർത്ഥനയാണ് ഈ പറയപ്പെട്ട സന്ദർഭം. രണ്ടാമത്തേത് മരിച്ചയാളുടെ കടം ഉടനെ വീട്ടുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഫ്സുൽ മുഅ്മിൻ മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യുഖ്ദാ അൻഹു. ഒരാളുടെ കടം വീട്ടുന്ന സമയമത്രയും ഒരു വിശ്വാസിയുടെ ആത്മാവ് അതിനാൽ ബന്ധിപ്പിക്കപ്പെട്ട നിലക്കാണുള്ളത്, തടയപ്പെട്ട നിലക്കാണുള്ളത്. അപ്പൊ നമ്മളൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ബാധ്യത ഉണ്ടെങ്കിൽ മകൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറയും. പിന്നെ മക്കളങ്ങനെ നടക്കും കടം വീട്ടാതെ കുറേ കാലം. വീട്ടൽ നിർബന്ധമാണ്. എത്ര വേഗത്തിൽ വീട്ടാൻ പറ്റുമോ അത്ര വേഗത്തിൽ വീട്ടണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മയ്യത്തിന്റെ കടം വീട്ടിയാലാണ് അയാൾക്ക് ആശ്വാസം ലഭിക്കുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമുണ്ട്. സഅദ് ഇബ്നുൽ അത്വൽ അന്ന അഖാഹു മാത് വതറക 300 ദിർഹം, 300 ദിർഹം കടമാക്കിയിട്ട് ബാക്കി വെച്ചിട്ട് ഒരാള് പിന്നെ മരണപ്പെടുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന്റെ കടം ഒരാൾ ഏറ്റെടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് നിരന്തരമായി ആ കാര്യം ചോദിച്ചുകൊണ്ടേയിരുന്നു അത് ഏറ്റെടുത്ത ആളോട്. അവര് പറഞ്ഞു, നബി ഇപ്പോഴല്ലേ മരിച്ചിട്ടുള്ളൂ, ഇന്നല്ലേ മരിച്ചിട്ടുള്ളൂ, ഇന്നലെയല്ലേ മരിച്ചിട്ടുള്ളൂ എന്ന് പറയാൻ തുടങ്ങി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വീടി എന്ന് കേട്ടപ്പോഴാണ്, അത് ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ആ മയ്യത്ത് ഇപ്പോഴാണ് മോചിപ്പിക്കപ്പെട്ടത് എന്ന്. അപ്പോൾ അത്രയും അധികം ശ്രദ്ധയോടുകൂടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ കടം വീട്ടിക്കൊടുക്കുക എന്നുള്ളത്. ജീവനുള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു തരി പോലും കടം ബാക്കിയില്ലാതെ മരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളത്. കടം വളരെ വേഗത്തിൽ വീട്ടിത്തീർക്കാനും കടബാധ്യതകൾ ബാക്കിയാക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം സഹോദരന്മാരെ, സ്വതക്കയാണ്. മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി അടുത്ത ബന്ധുക്കൾ സ്വതക്ക നിർവഹിക്കാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് കാണാൻ പറ്റും. ബന്ധുക്കളുടെ സ്വതക്കയുടെ പുണ്യം ആ മയ്യത്തിന് ലഭിക്കുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുണ്ട്.
അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ഖാല ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ അടുക്കൽ വന്ന ഒരാൾ ചോദിക്കാണ്, നബിയോട് അദ്ദേഹം പറയാണ്, റസൂലേ ഇന്ന അബി മാത്, എന്റെ പിതാവ് മരണപ്പെട്ടിരിക്കുന്നു, വതറക മാലൻ വലം യൂസ്, എന്റെ പിതാവ് സമ്പത്ത് ബാക്കി വച്ചിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം വസിയത്ത് ചെയ്യാൻ സാധിക്കാതെയാണ് എന്റെ പിതാവ് മരിച്ചിട്ടുള്ളത്. ഫഹൽ യുകഫിറു അൻഹു അൻ അതസദ്ദഖ അൻഹു ഖാൽ, ആ പിതാവിന് വേണ്ടി ഞാൻ സ്വതക്ക ചെയ്താൽ അവരുടെ പാപങ്ങൾ മായ്ക്കപ്പെടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. അപ്പോൾ പിതാവ് മരണപ്പെട്ടാൽ ആ പിതാവിന് വേണ്ടി സ്വതക്ക നിർവഹിച്ചാൽ അത് സ്വീകരിക്കപ്പെടുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മറ്റൊരു സംഭവത്തിൽ കാണാൻ സാധിക്കും, സഅദ് ബിൻ ഉബാദ പറയുകയാണ്, അന്ന ഉമ്മഹു, അദ്ദേഹത്തിന് പറയണം, അന്ന ഉമ്മഹു മാത്തത്ത്, അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ടു. അദ്ദേഹം വന്ന് നബിയോട് ചോദിക്കുക, നബി ഇന്ന ഉമ്മി മാത്തത്ത്, എന്റെ ഉമ്മ മരണപ്പെട്ടു, അഫ അതസദ്ദഖു അൻഹാ, നബിയെ ഞാൻ എന്റെ ഉമ്മക്ക് വേണ്ടി എനിക്ക് എന്റെ ഉമ്മക്ക് വേണ്ടി സ്വതക്ക ചെയ്യാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, നിങ്ങൾ സ്വതക്ക ചെയ്തോളൂ എന്നാണ് പറയുന്നത്. അപ്പോ മരണപ്പെട്ടവർക്ക് പ്രതിഫലം ലഭിക്കാൻ വേണ്ടി നമുക്ക് സ്വതക്ക നിർവഹിക്കാം, വഖഫ് നിർവഹിക്കാം, അതുപോലെ തന്നെ പള്ളികളും മറ്റും നിർമ്മിക്കാം, കിണറുകളും മറ്റു സാമൂഹിക സേവന പ്രവർത്തനങ്ങളും സമ്പത്തുകൾ കൊണ്ട് ചെയ്യാം, അതിന്റെ കൂലി അവർക്ക് ലഭിക്കും. നാലാമത്തെ സംഗതി നോമ്പാണ്. മരണപ്പെട്ട വ്യക്തിയുടെ ഫർളായ നോമ്പുകളോ നേർച്ച നേർന്ന നോമ്പുകളോ, നേർച്ച നേർന്നാൽ അതും ഫർളാണല്ലോ, ആ നോമ്പുകളോ ഉണ്ടെങ്കിൽ അവ നോറ്റുവീട്ടാൻ അവരുടെ ഉറ്റബന്ധുക്കൾ ശ്രദ്ധിക്കണം. മൻമാത അലൈഹി സിയാം സ്വാമ അൻഹു വലിയുഹു, ആരെങ്കിലും മരണപ്പെട്ടു അയാളുടെ മേൽ നോമ്പ്, നിർബന്ധമായ നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ അത് വീട്ടണം. കാരണം ഫദൈനുല്ലാഹി അഹഖു അൻ യുഖ്ളാ, അല്ലാഹുമായുള്ള കടം വീട്ടലാണ് പടപ്പുകളുമായി കടം വീട്ടുന്നേക്കാളും ഏറ്റവും പ്രാധാന്യമുള്ളത്. ഇപ്പൊ പടപ്പുകളുടെ കടം വീട്ടാൻ തന്നെ വളരെ ഗൗരവമുണ്ടെങ്കിൽ അള്ളാഹിനോടുള്ള കടം വീട്ടാൻ എത്ര ഗൗരവമാണ്. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി നോമ്പ് നോൽക്കണം, അവരുടെ നിർബന്ധ നോമ്പുകൾ നിങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം, ഹജ്ജും ഉംറയും അവർക്ക് വേണ്ടി നിർവഹിച്ചു കൊടുക്കാം, അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഹദീസുകൾ കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ജുഹൈന ഗോത്രത്തിലെ ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, എന്റെ മാതാവ് ഹജ്ജിന് നേർച്ചയാക്കിയിരുന്നു, അങ്ങനെ അത് നിർവഹിക്കാൻ കഴിയാതെ അവർ മരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി, അതുകൊണ്ട് അവർക്ക് പകരമായി ഞാൻ ഹജ്ജ് ചെയ്യട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അവർക്ക് പകരമായി നിങ്ങൾ ഹജ്ജ് നിർവഹിച്ചു കൊള്ളുക. നിന്റെ മാതാവ് കൊടുത്തു വീട്ടേണ്ട കടമുണ്ടായിരുന്നെങ്കിൽ നീ അത് വീട്ടുമായിരുന്നില്ലേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ ബാധ്യത നിർവഹിക്കൂ, അവന്റെ ബാധ്യതയാണ് നിർവഹിക്കാൻ കൂടുതൽ അർഹമായിട്ടുള്ളത്. അപ്പൊ ഹജ്ജും ഉംറയും നേർച്ചയാക്കിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കടമാണ്, അത് നമ്മൾ ഉമ്മക്കും ഉപ്പക്കും വേണ്ടി നിർവഹിച്ചു കൊടുക്കണം. ഇനി നേർച്ചയാക്കിയില്ലെങ്കിലും മാതാപിതാക്കൾക്ക് വേണ്ടി ഹജ്ജും ഉംറയും നിർവഹിക്കാം എന്നുള്ളതാണ്. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി ഹജ്ജും ഉംറയും നിർവഹിക്കുമ്പോൾ സ്വന്തത്തിനു വേണ്ടി ഹജ്ജും ഉംറയും ആദ്യം ഒരു തവണ നിർവഹിച്ചവരാണ് അത് നിർവഹിക്കേണ്ടത് എന്നുകൂടെ ചേർത്ത് വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് മരിച്ചവർക്ക് വേണ്ടി അവരുടെ ഉറ്റബന്ധുക്കൾക്കും അവരുടെ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കുമൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഏറ്റവും സുന്നത്തായ കാര്യങ്ങൾ. ഇത് നമ്മൾ ചെയ്തു കൊടുക്കാൻ ജാഗ്രത കാണിക്കുകയും ചെയ്യണം. കാരണം നമ്മൾ ജീവനോടെ നിൽക്കുന്നവരാണ്, നമ്മൾ മരിക്കാത്തവരാണ്. മരിച്ചവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് അവർക്ക് വേണ്ടി വല്ലതും ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക, നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാനാണ് ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഖബർ സന്ദർശിക്കും, ഓർമ്മ വരുമ്പോഴൊക്കെ എന്ന് പ്രാർത്ഥിക്കും എന്നതല്ലാതെ എണ്ണിപ്പറയാൻ അധികമൊന്നും ചെയ്താലും തന്നെ വളരെ പരിമിതമായ കാര്യങ്ങളെ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ കാലം കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ചെയ്യാൻ ആർക്കെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ചെയ്യുമെന്നല്ലാതെ ആരുമുണ്ടാവുകയില്ലെന്ന ബോധം ജീവനുള്ള സമയത്ത് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. നമുക്ക് വേണ്ടി ചെയ്യാൻ ജീവനുള്ള സമയത്ത് നമ്മൾ തന്നെ പരമാവധി പരിശ്രമിക്കണമെന്നുകൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു എല്ലാ ഖൈറും ബർക്കത്തും നമ്മിൽ വർഷിപ്പിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന, അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്നൊരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മെ നശിപ്പിക്കാനും നമ്മെ തകർക്കാനും ഒരു ശക്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുമ്പോൾ
സ്വാഭാവികമാണ് അതിനെ ചെറുക്കാൻ ആലോചനകളും അതുപോലെ തന്നെയുള്ള കാൽവെപ്പുകളും മുന്നൊരുക്കങ്ങളും നമ്മൾ നടത്തും എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ദുനിയാവിനെയും നമ്മുടെ പരലോകത്തെയും മുച്ചൂടും നശിപ്പിച്ചു കളയുന്ന ഒരാജന്മ ശത്രുവിനെ നമ്മളെല്ലാവരും എത്രത്തോളം ശത്രുവായി കാണുന്നുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. പള്ളി മിനാരത്തിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ ഇപ്പോൾ നമസ്കരിക്കേണ്ട ഈ ജോലി പൂർത്തിയാക്കിക്കോ എന്ന് നമ്മളോട് പറഞ്ഞത് ആ ജന്മശത്രുവാണ്. നന്മക്കുള്ള കലക്ഷനുകളും മറ്റുമൊക്കെ നമ്മുടെ മുന്നിൽ നീട്ടപ്പെടുമ്പോൾ പോക്കറ്റിലുള്ള പണം നീ ഇപ്പോൾ അതിൽ നിക്ഷേപിച്ചാൽ നിനക്കിനി മറ്റൊരു കാര്യം ചെയ്യാൻ എവിടെന്ന് പണം ലഭിക്കും എന്ന ചോദ്യം നമ്മുടെ മനസ്സിലിട്ട് നിന്നത് ആ ജന്മശത്രുവായ പിശാചാണ്. പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും പരസ്പരം സഹവർത്തിത്വത്തിൽ ഏർപ്പെട്ടും ഒരു ഉമ്മ പറ്റ മക്കളെപ്പോലെ തോളോട് തോൾ ചേർന്ന് ജീവിക്കേണ്ട വിശ്വാസി വൃന്ദത്തിനിടയിൽ ശത്രുതയുടെ നാമ്പ് പകർന്നു നൽകുന്നതും ആ പിശാചാണ്. ഒരു വേള നാം തന്നെ ലജ്ജിക്കുന്ന വളരെ മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് വരെ നമ്മെ എത്തിക്കുന്നത് ആ പിശാചാണ്. ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ ഫത്തഖിദുഹു അദുവ്വാ. നിങ്ങളുടെ ശത്രു തന്നെയാണ് പിശാച്, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ സ്വീകരിക്കണം എന്നുള്ളതാണ്. തന്റെ മനസ്സിന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ അപരനെ കുത്തിക്കൊലപ്പെടുത്താനും മടി കാണിക്കാത്ത മനുഷ്യന്മാർ ജന്മം കൊള്ളുമ്പോൾ അവിഹിതമായ ജീവിത മാർഗേണ സഞ്ചരിക്കാൻ, സ്വന്തം ഭർത്താവിനെ കാമുകന്റെ കൂടെ കൂടി കശാപ്പ് ചെയ്യാൻ ഒരു പെണ്ണിന്റെ മനസ്സ് പാകപ്പെടുമ്പോൾ പിശാചി എത്ര വൃത്തികെട്ട നെറികെട്ട ശത്രുവാണ് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഏതു വലിയ ക്രൂരതയും ഏതു വലിയ മ്ലേച്ഛതയും ഏതു വലിയ വൃത്തികെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാനും മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ആ പിശാചിനെ ജീവിതം കൊണ്ട് തോൽപ്പിക്കാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കണം. യുദ്ധം കഴിഞ്ഞു, സ്വഹാബത്തെല്ലാം ക്ഷീണിതരാണ്, വല്ലാത്ത ക്ഷീണം അവർ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, ഇനിയുമൊരു യുദ്ധമുണ്ട്. അവർ അത്ഭുതത്തോടെ നബിയോട് ചോദിക്കുക, നബിയെ ഇനിയുമൊരു യുദ്ധമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഇനിയുള്ള യുദ്ധം നിങ്ങളുടെ സ്വന്തം മനസ്സിനോടാണ്, നിങ്ങളുടെ ആജന്മശത്രുവായ പിശാചിനോടാണ്. സഹോദരന്മാരെ, നമ്മൾ തമ്മിൽ ശത്രുക്കളല്ല, നമുക്കിടയിൽ ശത്രുതയുടെ സന്ദേശം പകരുന്നവരാണ് യഥാർത്ഥത്തിൽ പിശാചിന്റെ ദൗത്യം ഏറ്റെടുക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. നമ്മൾ തമ്മിൽ ഇണക്കത്തിൽ ജീവിക്കേണ്ടവരാണ്. അയൽവാസികളും കൂട്ടുകുടുംബങ്ങളും ജ്യേഷ്ഠാനുജന്മാരും സ്നേഹത്തിൽ കഴിയേണ്ടവരാണ്. വളരെ പ്രയാസം നിറഞ്ഞ രോഗം, ഉമ്മയാകട്ടെ 9 മാസമായി ബെഡിൽ അമർന്നു കിടക്കുകയാണ്, ചലനമറ്റ് കിടക്കുകയാണ്. തനിക്കാകട്ടെ ഈ ഉമ്മയെ നോക്കേണ്ട സ്ത്രീക്ക് അറ്റാക്ക് ബാധിക്കുമ്പോ കുടുംബക്കാരെ വിളിച്ചിട്ട് ഒന്ന് ഉമ്മയെ നോക്കുവോ എന്ന് ചോദിക്കുമ്പോഴാണ് കുടുംബങ്ങൾ തമ്മിലുള്ള കലഹങ്ങളുടെ ചരിത്രം പുറം ലോകമറിയുന്നത്. സഹോദരങ്ങളെ, ആരാണ് ഒരു ഉമ്മ പറ്റ മക്കൾക്കിടയിൽ, ഒരു രക്തബന്ധുക്കൾക്കിടയിൽ ശത്രുത ജനിപ്പിച്ചത് ആരാണെന്നത് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരുമിച്ച് അതിർത്തി പങ്കിടുന്ന അയൽവാസികൾക്കിടയിൽ അസൂയയും പകയും വിദ്വേഷത്തിന്റെയും നാമ്പ് പകർന്നത് ആരാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരേ മഹല്ലിൽ ഒരുമിച്ച് ജീവിച്ച് ശീലിച്ച നമ്മൾ, ഒരുമിച്ച് ഒരേ പള്ളിയിൽ ഖുത്ബയ്ക്ക് വേണ്ടി സന്നിഹിതരായ നമ്മൾ, കാലോട് കാല് ചേർത്ത് വെച്ച് തോളോട് തോൾ ചേർത്ത് വെച്ച് ഒരേ മുസല്ലയിൽ നമസ്കരിച്ച നമുക്കിടയിൽ ശത്രുതയുടെ നാമ്പ് പകരുന്നത് ആരാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെ പിശാച് ജയിക്കുന്നുവോ നമ്മൾ പരാജയപ്പെടുന്നുവോ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. ഏകാഗിയായി തന്റെ ബെഡ്റൂമിൽ താൻ തനിച്ചായിരിക്കുമ്പോൾ പിശാച് ജയിക്കുകയും താൻ പരാജയപ്പെടുകയും ചെയ്യുന്നുവോ എന്ന് നാം ആത്മാർത്ഥമായി ചിന്തിക്കണം. അള്ളാഹുവിന്റെ ദിക്റാണ് സഹോദരന്മാരെ പിശാചിനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം. മനുഷ്യൻ അള്ളാഹുവിന്റെ ദീനിനെ തൊട്ട് അശ്രദ്ധമായാൽ വസ്വസ്, പിശാച് ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കും. ഫലമ്മ ദക്കർ, അള്ളാഹുവിനെ അവൻ ഓർത്താൽ ഹുന്നസ്, പിശാച് അവിടെ നിന്നും ഓടിയകലും. അതുകൊണ്ട് തിന്മക്കുള്ള പ്രചോദനമുണ്ടാകുമ്പോൾ, വികാരത്തിന് കീഴ്പ്പെടുമ്പോൾ, ദേഷ്യം വന്ന് എന്തും ചെയ്യുമെന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും സജ്ജമാകുമ്പോൾ ഇത് പിശാചാണെന്ന് തിരിച്ചറിയാനും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുവാനും അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ എന്ന് പിശാചിനിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടാനും സദാസമയം നമുക്കെല്ലാവർക്കും സാധിക്കണം. അവനുണ്ടിവിടെ, ഈ പള്ളിയുടെ ഓരങ്ങളിൽ അവനുണ്ട്, ഈ അങ്ങാടിയിൽ അവനുണ്ട്.
അവനുണ്ട്, നമ്മുടെ കുടുംബകങ്ങളിൽ അവനുണ്ട്, നമ്മുടെ ബെഡ്റൂമിൽ അവനുണ്ട്. ഭാര്യയും ഭർത്താവും ജീവിതത്തിന്റെ ഏറ്റവും നല്ല സന്തോഷ മുഹൂർത്തം പങ്കിടുന്ന ഒരു സന്താനലബ്ധിക്കു വേണ്ടി അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വരെ പിശാചുണ്ടെന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരന്മാരെ, പിശാചിനെ ജയിക്കാൻ വിടരുത്. പിശാചിന്റെ ആൾരൂപങ്ങളായി പിശാചിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കുടുംബത്തിലും സമൂഹത്തിലും മഹല്ലിലും പ്രവർത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കരുത് എന്ന് വളരെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ലോകത്തേക്ക് വിടുമ്പോൾ തന്നെ നമ്മളോട് മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ്. സത്യത്തിന്റെ പാതയിൽ പിശാചിരിക്കുന്നുണ്ട്. നിങ്ങളെ നരകത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ അവൻ പരിശ്രമിക്കും. നിങ്ങളുടെ വികാരത്തെ, നിങ്ങളുടെ ഇഷ്ടത്തെ, നിങ്ങളുടെ ഉദ്ദേശത്തെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ആ പിശാച് നിങ്ങളെ പിഴപ്പിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിനെ ദിക്റെടുത്തും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തും നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിച്ചും മനസ്സിൽ പിശാച് ഇടപെടുമ്പോൾ അല്ലാഹുവിനോട് രക്ഷ തേടിയും ആ ശത്രുവിനെ തോൽപ്പിക്കാൻ നിശ്ചയദാർഢ്യമെടുത്തുകൊണ്ടായിരിക്കട്ടെ ഒരു പരിശുദ്ധ റമദാനിന്റെ കോലായിൽ ചെന്ന് നിൽക്കുമ്പോ നമ്മളെല്ലാവരും ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുന്നേറാൻ നമുക്ക് സാധിച്ചാൽ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ വിജയിക്കാൻ നമുക്ക് പറ്റും. ഒരു കാര്യമേ നമ്മൾ തീരുമാനിക്കേണ്ടതുള്ളൂ, പിശാചിന്റെ മുന്നിൽ ഞാൻ തോറ്റുകൊടുക്കുകയില്ല എന്ന് തീരുമാനിച്ച് മുന്നേറാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു വിട്ടു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ വിശ്വാസികൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബറിനെ അല്ലാഹു പ്രകാശപൂരിതമാക്കുമാറാവട്ടെ. അവരുടെ സന്താനങ്ങൾക്ക് അല്ലാഹു മനസ്സമാധാനവും സ്വസ്ഥതയും ഏകുമാറാവട്ടെ. അവരുടെ അഭാവം കൊണ്ട് പ്രയാസപ്പെടുന്ന ഇണകൾക്കും മക്കൾക്കും അല്ലാഹു രത്താണിയെ പകരം നൽകുമാറാവട്ടെ. അല്ലാഹുവിനെ കീഴ്പ്പെട്ടും അല്ലാഹുവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചും ജീവിത കാലഘട്ടം കഴിച്ചുകൂട്ടാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ഏകുമാറാവട്ടെ. അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന നാളുകളിൽ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അല്ലാഹ് നീ എല്ലാറ്റിനും സാക്ഷിയാണ് നാഥ. ഇരുളുകളിൽ ചെയ്തതും ആരുമറിയാതെ കൂടിയിരുന്നതും എല്ലാം നാഥ നീ കണ്ടിട്ടുണ്ട്. അല്ലാഹുവേ, 100 പേരെ കൊന്നവന് പാപം പുറത്തു കൊടുത്ത തവ്വാബായ ഗഫൂറായ ഗഫാറായ അഫൂവായ നാഥ, ഞങ്ങളുടെ പാപങ്ങളെ നീ പുറത്തു തരയണമേ റബ്ബേ. ഞങ്ങളുടെ പാപങ്ങളെ നീ മായ്ച്ചു കളയണേ റബ്ബേ. മഹ്ശറിൽ മാലോകരുടെ മുന്നിൽ ഞങ്ങളുടെ പാപങ്ങളെ നീ മറച്ചു വെക്കണേ റബ്ബേ. ജീവിതത്തിന്റെ ശിഷ്ടകാലം നിനക്കിഷ്ടമില്ലാത്ത ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഹറാമിനോട് കടുത്ത വെറുപ്പ് ഞങ്ങളുടെ മനസ്സിൽ നീ ഉണ്ടാക്കി തരയണമേ റബ്ബേ. ഖൈറാത്തുകളോട് ഇബാദത്തുകളോട് കടുത്ത പ്രേമം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഇട്ടുതരണേ റഹ്മാനേ. അല്ലാഹുവേ, നിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും നിന്റെ ഇഷ്ടദാസന്മാരായി മരിക്കാനും ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم ربنا تقبل منا دعاءنا وصلاتنا وصيامنا وقيامنا وسجودنا وركوعنا إنك أنت السميع الغفور. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. في وصال قم بنا وانظر لآيات الجمال. قم بنا وانظر لآيات الجمال. كن كما غيث على الأفياء ماطر صوته يروي قلوبا وخواطر نفعه عم